ദേവരാജൻ മാസ്റ്ററും ഞാനും എങ്ങനെ ബന്ധപ്പെട്ടു എന്ന് ആലോചിക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടാത്തൊരു സമസ്യ പോലാണ്. എങ്ങനെ പൂരിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല. കാര്യം എനിക്ക് പാട്ടെന്തെന്നോ താളം എന്തെന്നോ സംഗീതം എന്തെന്നോ അറിയാത്തൊരു കാലഘട്ടം. അതായത് 1959 ഞാൻ ജനിച്ചു. 62 ഭാര്യ സിനിമ റിലീസാവുന്നത്. അന്ന് എനിക്ക് 3 വയസ്സാണ്. പക്ഷേ 3 വയസ്സിന് പാട്ട് കേൾക്കാനുള്ളൊരു ഒരു സൗകര്യം കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം കേട്ട പാട്ട് മാസ്റ്ററിൻ്റെ ആണോന്ന് എനിക്ക് അറിയുന്നില്ല. ഞാൻ ആദ്യം കേൾക്കുക എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ കല്യാണം. ചെറുക്കൻ്റെ വീട്ടിൽ സ്വീകരണം. അപ്പോൾ പെണ്ണിനെ കൊണ്ടുവരുന്ന ദിവസം. അതും പ്രത്യേക വലിയ ആഘോഷമാണ്. അപ്പോൾ തെങ്ങിലാണ് ഈ കോളാമ്പി പോലെ മൈക്ക് കെട്ടി വെക്കുന്നത്. റെക്കോർഡ് പ്ലെയർ താഴത്തിരുന്ന് പ്ലേ ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് കേട്ടു. മനസ്സമ്മതം തന്നാട്ടെ മധുരം കിള്ളി തന്നാട്ടെ എന്നൊരു പാട്ട് കേട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആരോടും പറയാതെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് അവിടെ ചെന്ന് കേട്ടുകൊണ്ടിരിക്കുക. അയാളുടെ അടുത്ത് തറയിലിരിക്കുമായിരുന്നു. അയാൾ അടുത്ത പാട്ടിടുന്നു. പെരിയാറെ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ആഹാരം പോലും കഴിക്കാതെ ആ പാട്ട് കേട്ട് അവിടെ തന്നെ ഇരിക്കുക. അമ്മ ഒന്ന് വിളിക്കുന്നു. അവിടെ കല്യാണ വീട്ടിൽ ആഹാരമൊക്കെ ഉണ്ട്, ഇറച്ചി എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് ആഹാരത്തേക്കാൾ ഉപരി പാട്ടാണ് ഇഷ്ടപ്പെട്ടത്. പിന്നീട് ഞാൻ കേൾക്കുന്നത് വീട്ടിൻ്റെ അടുത്തൊരു ഫംഗ്ഷന് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പോകുമ്പോൾ അവിടെ എന്തൊരു മീറ്റിംഗ് എന്തോ അവിടെ ഒരു പാട്ടിട്ടിരുന്നത്. കാട്ടുപൂക്കൾ ഞങ്ങൾ കാട്ടുപൂക്കൾ കാടറിയാതെ വിടർന്ന കാട്ടുപൂക്കൾ. അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഈ 1-ാം ക്ലാസ്സിൽ ചേർന്നു. 1-ാം ക്ലാസ്സിൽ ചേർന്നപ്പോഴത്തേക്കും അവിടെ അപ്പോൾ ഞാൻ ഈ പോസ്റ്റർ വഴി നീളം ഒട്ടിച്ചു വയ്ക്കും. അപ്പോൾ അതിൽ പോസ്റ്റർ ഞാൻ പോസ്റ്റർ സിനിമാക്കാരുടെ പടം ഒക്കെ നോക്കിങ്ങനെ നിൽക്കും. സംവിധാനം, ക്യാമറ, എഡിറ്റിംഗ് എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗാനങ്ങൾ വയലാർ, സംഗീതം ദേവരാജൻ, അല്ലെങ്കിൽ ഗാനങ്ങൾ പി ഭാസ്കരൻ, സംഗീതം ദക്ഷിണാമൂർത്തി, ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്ന അക്ഷരം വായിക്കും. അപ്പം എൻ്റെ മനസ്സിൽ ഇതെന്താണ്? അപ്പം 5 വയസ്സായി. അപ്പം ഈ ഗാനങ്ങളും സംഗീതവും ഒന്നല്ലേ? രണ്ടുപേരെന്താ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? ഒന്നും അറിഞ്ഞുകൂടാ. സംഗീതത്തെപ്പറ്റി ഒന്നും ഇപ്പോഴും അറിയത്തില്ല എനിക്ക്, അന്നും അറിയത്തില്ല. പക്ഷെ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നീടാണ് ഞാൻ കുറേ എനിക്ക് അറിവായപ്പോൾ 5-ലും 6-ലൊക്കെ പഠിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാട്ടുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ പാട്ടുകൾ ഞാനൊന്ന് അറിവായപ്പോൾ ഇത് എഴുതുന്ന ഒരാളാണ്, മ്യൂസിക് ട്യൂൺ ചെയ്യുന്ന വേറെ ആളാണെന്നൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഓരോ സംഗീത സംവിധാനം അറിഞ്ഞ് പരിചയപ്പെട്ട് പേപ്പറിലൊക്കെ വായിച്ച് അങ്ങനെ. അപ്പം പിന്നെ വേറൊരു കാര്യം, എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു ഒരാൾ താമസിച്ചിട്ടുണ്ട്. അയാളുടെ വീട്ടിൽ ഗ്രാമഫോൺ റെക്കോർഡുണ്ട്. അപ്പോൾ അത് ഞാൻ കറക്കി കൊടുക്കണം. കറക്കി കൊടുക്കുമ്പോൾ പാട്ടിടും. അതിൽ കേട്ട പാട്ട് അഷ്ടമുടി കായലിലെ അന്ന നടത്തോണിയിലെ ചിന്നക്കിളി ചിങ്കാരക്കിളി, ആ പാട്ടാണ്. അങ്ങനെ ഞാൻ ചെന്ന് കറക്കി കൊടുക്കാൻ ഓരോരോ പാട്ട്, ശകുന്തളയിലെ മണിച്ചിലമ്പൊലി കേട്ടുണരൂ മാറോടു ചേർത്തെന്നെ പുണരൂ, ആ പാട്ട് പാടുമ്പോൾ ഡാൻസ് ചെയ്യാൻ പറയും. അത് കേട്ട് ഞാൻ ഡാൻസ് ചെയ്യും. മേനകയുടെ നൃത്തമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ പിന്നീടാണ് സിനിമ കാണുന്നത്. സിനിമ റിലീസാവുന്നതിന് മുമ്പേ ഡിസ്ക് ഇറങ്ങി കഴിഞ്ഞിരിക്കും. ഒരു സിംഹത്തിൻ്റെ പുലിയുടെ ഒക്കെ പാട്ടുള്ള കൊളംബിയാണെന്നാണ് ഈ തോന്നുന്നത്. പച്ച നീല കളറിലെ ഡിസ്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്കത്. പിന്നെ ഒരു പട്ടി, കിസ് മാസ്റ്റേഴ്സ് വോയിസ്. ഇതൊക്കെ പടം കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഡിസ്ക്. ഞാൻ തൊട്ടിങ്ങനെ നോക്കും. ഇതിനകത്ത് എന്താ ഇത്, ഈ പാട്ട് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. ഈ ഡിസ്ക് കവറിനകത്താക്കി സൂക്ഷിച്ചൊക്കെ വെച്ചിരിക്കുന്ന ഞാനായിരുന്നു. അപ്പോൾ ഞാൻ ഈ പാട്ടുകളുടെയൊക്കെ സംഗീതം ആരെന്ന് പരിശോധിച്ചപ്പോൾ അതൊക്കെ ദേവരാജൻ മാസ്റ്ററിൻ്റെയാണ്. അപ്പോൾ എനിക്ക് പാട്ടിനെ പറ്റി അറിവുള്ളത് പാട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതിന് പറഞ്ഞ ഒടിവുള്ള പാട്ടുകൾ. അപ്പോൾ നേരെ ഫ്ലാറ്റ് അല്ല, പാട്ടുകൾക്ക് എവിടെയൊക്കെയോ മാസ്റ്ററിൻ്റെ ആയിട്ടുള്ള, ഇപ്പം പറയുന്നത് സംഗതികൾ എന്നാണ് പറയുന്നത്, മാസ്റ്റർ ടച്ച്. ചില സംഗതികൾ ഇങ്ങനെ പോകും അങ്ങനെ പോകും. അതാ ഞാൻ ഒടിവുള്ള പാട്ടുകൾ എന്ന് വിളിച്ചിരുന്നത് എൻ്റെ അറിവിൽ. സംഗീതം ഒന്നും അറിവില്ലാത്തതുകൊണ്ട് ഒടിവെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ പിന്നീട് അപ്പോൾ മാസ്റ്റർ എൻ്റെ മനസ്സിൽ ഒരു ആരാധനാ പാത്രമായിട്ട് വളർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഇവിടെ റേഡിയോ വരുന്നു. അപ്പോൾ അത് തുടരെ നിർത്താതെ പാട്ട് കേൾക്കും. അപ്പോൾ എനിക്ക് അത്ഭുതം, ഗ്രാമഫോൺ ഡിസ്കിലാണെങ്കിൽ നമ്മൾ കറക്കി കൊടുക്കണം, ഒന്നെടുത്ത് മാറ്റി വയ്ക്കുന്ന സമയമുണ്ട്, ഗ്യാപ്പൊന്നും ഇല്ലാതെ പാട്ട് കേൾക്കുന്നു. അപ്പം തൊട്ടടുത്ത് വിട്ടിട്ട്, നിങ്ങളെങ്ങനെ ഈ ഡിസ്ക് ഓട്ടോമാറ്റിക്കായിട്ട് വല്ല ഇടുന്ന മെഷീൻ വല്ലതും ഉണ്ട്? ഇല്ല, റേഡിയോയാണ്, റേഡിയോയിലിടുന്ന പാട്ടാണ്, നമ്മൾ ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറയും, എന്നെ വിളിക്കണമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, ചലച്ചിത്ര ഗാനങ്ങൾ, റെക്കോർഡുകൾ എന്നാണ് പറയുന്നത്. ഞാൻ അരമണിക്കൂർ പാട്ടുകളാണ് അത് കേൾക്കാൻ പോയിരിക്കും. അങ്ങനെ ഈ പാട്ട് കേട്ട് രചനയാർ,
സംഗീതമാണ്, ഏത് സിനിമയിലാണ്, സിനിമ കാണാനും പോവും. എല്ലാവരും വളരെ നീളം കുറഞ്ഞൊരു കൊച്ചായതുകൊണ്ട് എല്ലാവരും എടുത്തോണ്ട് പോവും ടിക്കറ്റ് എടുക്കണ്ടെന്ന്. അപ്പോൾ ഈ സിനിമ 3ഉം 4ഉം തവണ കാണുകയും സിനിമ പാട്ടുപുസ്തകങ്ങൾ മേടിക്കുകയും അങ്ങനെ ഈ സംഗീതം, പാട്ട് എവിടെ ചെന്നാലും കേൾക്കും. ഉത്സവ സ്ഥലത്ത് ചെന്നാൽ പാട്ട് വെക്കുന്നിടത്തായിരിക്കും. സ്കൂളിൽ നിന്ന് വിട്ടുവാണെങ്കിൽ പാട്ട് വെക്കുന്നിടത്തും പോകും. അപ്പോൾ അങ്ങനെയാണ് ശകുന്തള, അനാർക്കലി, ഒരുപാട് സിനിമകൾ, കരുണ, എല്ലാ പാട്ടും അങ്ങനെ കേട്ട് ഹൃദിസ്ഥമാണ്. പാട്ടുപുസ്തകം മേടിച്ച് വീട്ടിൽ നിന്ന് പാടും. പാടാനൊന്നും അറിഞ്ഞൂടാ, എന്നാലും പാടും. അങ്ങനെ വന്ന് അപ്പോഴാണ് എനിക്ക് ദേവരാജ മാസ്റ്ററിൻ്റെ പാട്ടുകൾ എൻ്റെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം നേടിയെടുത്തു. അപ്പോൾ ഇങ്ങനെ ദേവരാജ മാസ്റ്ററെ പറ്റി ഇൻ്റർവ്യൂ ഒക്കെ വായിക്കുകയും പത്രങ്ങളിൽ സിനിമയുടെ ഫോട്ടോസൊക്കെ വരും. ഞാൻ നോക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെ. നദി, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. നദിയിലെ കൂട്ടുകുടുംബത്തിലൊക്കെ പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. കായാമ്പൂ കണ്ണിൽ വിടരുമൊക്കെ. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ആരോ പറയും എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എസ് കെ നായർ എന്ന് പറഞ്ഞെങ്കിൽ ചെമ്പരത്തിയുടെ ഷൂട്ടിംഗ് കൊല്ലത്താണെന്ന് പറഞ്ഞു. എസ് കെ നായർ ഇവിടെ എൻ്റെ വീട് തൊട്ടടുത്താണ്. അപ്പോൾ ചെമ്പരത്തിയുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മാസ്റ്റർ ഉണ്ടെന്ന് ആരും ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുക, 1972. ഇപ്പോൾ കൊല്ലത്ത് കാർത്തിക എന്നൊരു ഹോട്ടൽ ആ ഇടയ്ക്ക് ഉദ്ഘാടനം ചെയ്തു ചിന്നക്കടയിൽ. ഇപ്പോൾ പഴയതായിപ്പോയി. ഞാൻ അവിടെ ചെന്ന് നിന്ന് കണ്ടു. കുറേ നേരം കാത്തു നിന്നപ്പോൾ മാസ്റ്റർ ഇങ്ങനെ 2ാം നില ബാൽക്കണി കൂടെ നടന്ന്, എനിക്കൊന്ന് താഴെ ഫുഡ് കഴിക്കാൻ വരുക, റെസ്റ്റോറൻറ്റ് താഴെയാണ്, ഇങ്ങനെ ദൂരേന്ന് നടന്ന് വരുന്നത് കണ്ടു. ഞാൻ താഴെ ഒരു നിക്കർ ഉടുപ്പിട്ട പയ്യനല്ലേ ഞാൻ, നമുക്ക് അവരെയൊക്കെ ഭയങ്കര ബഹുമാനത്തിൽ കാണുന്ന ഒരാളാണ്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, നടന്ന് വരുന്ന കണ്ട് താഴെ നിന്നിട്ട് 2ാമത്തെ നിലയുടെ ബാൽക്കണി മാസ്റ്റർ ഇങ്ങനെ നടന്നു പോകുന്നത് മാത്രം കണ്ടു. എനിക്ക് ഭയങ്കര ജന്മസായുജ്യമായി. മാസ്റ്റർ കണ്ടല്ലോ, ഞാൻ വീട്ടിൽ വന്നൊക്കെ പറഞ്ഞു. ചെമ്പരത്തിൻ്റെ ഷൂട്ടിങ് കംപ്ലീറ്റ് ഞാൻ നേരിട്ട് കണ്ട്, സ്കൂളിൽ പോകാതെ. അത് വേറൊരു കഥ. അതെല്ലാം കഴിഞ്ഞ് പിന്നെയും കുറേ നാൾ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 10-13 വർഷം കഴിഞ്ഞ് പിന്നെ മാസ്റ്ററോട് ഭയങ്കര ആരാധനയായി. മാസ്റ്ററുടെ പാട്ടുകൾ പ്രത്യേകം ഇഷ്ടപ്പെട്ട് കേൾക്കാനുള്ള ഇത് കാസറ്റൊക്കെ മേടിച്ച് കാസറ്റ് റെക്കോർഡ് ചെയ്യും. പഴയ പാട്ടുകളൊക്കെ കേട്ട് തുടങ്ങിയപ്പോൾ എല്ലാം പഴയ പാട്ടും കിട്ടി തുടങ്ങി. അങ്ങനെ ദൂരദർശൻ സിനിമകളൊക്കെ കാണാം. സ്മൃതിലയം എന്നൊരു പരിപാടിയുണ്ട്, പഴയ പാട്ടൊന്ന് അരമണിക്കൂറാണ്. അങ്ങനെ പരിപാടിയൊക്കെ കാണും. അപ്പം ഞാൻ ഒരിക്കൽ പരശുറാം എക്സ്പ്രസ്സിൽ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ മാസ്റ്റർ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ വേറെ 2-3 ആൾക്കാരുണ്ട് എന്തോ. അപ്പം ഞാൻ ധൈര്യം സംഭരിച്ച് മാസ്റ്റർ എടുത്ത് ആ സിനിമ. അപ്പം മാസ്റ്റർ എനിക്ക് തിരുവനന്തപുരത്ത് താമസിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആയിരിക്കും 85-86 കാലഘട്ടമാണ്. അപ്പോൾ സംസാരിച്ചു. മാസ്റ്റർ ആ ചോദ്യത്തിനൊക്കെ മറുപടി നൽകി. പക്ഷേ ഞാൻ വേറെ ഒന്നും സംസാരിക്കാനത് ഞാൻ പിൻവാങ്ങി. അതും എല്ലാം കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ സദേൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്ഷൻ പഠിക്കാൻ പോയി. ഡയറക്ഷൻ പഠിക്കാനൊക്കെ പോയി. പക്ഷേ ഡയറക്ഷൻ പഠിച്ച് ആരുടെയെങ്കിലും അസിസ്റ്റൻ്റായിട്ട് നിൽക്കാതെ എങ്ങനെ സിനിമ കിട്ടും? സിനിമയില്ലാതെ എങ്ങനെ ജീവിക്കും? എന്തെങ്കിലും വളരെ ദാരിദ്ര്യം നിറഞ്ഞൊരു ചുറ്റുപാടിലാണ് ഞാൻ വളർന്നതും ജീവിച്ചതും. അപ്പോൾ അത് തന്നെ ഞാൻ ഉണ്ടാക്കി എടുത്ത പൈസ കൊണ്ടാണ് ഇത് പഠിക്കാനൊക്കെ പോയത്. അപ്പോൾ ഒരു നിലനിൽപ്പൊരു പ്രശ്നമാണ്. വീട്ടിൽ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ സ്വന്തം ചിലവെങ്കിലും വീട്ടിൽ നിന്ന് മേടിക്കാതെ നോക്കണമല്ലോ. അപ്പോൾ ഞാൻ കരുതി, അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഫോട്ടോഗ്രാഫർ അജിത്ത് എന്ന് പേരാ. അജിത്തിനോട് ഞാൻ പറഞ്ഞു, അജിത്ത് എനിക്ക് വെള്ളി നക്ഷത്രം വീക്കിലിയിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ, ഞാൻ തിരുവനന്തപുരത്ത് നിൽക്കുമല്ലേ. അജിത്ത് പറഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരൻ വേണു ഞാൻ കൊല്ലം ക്രിസ്താജി പഠിച്ചതാണ്. അവിടെ എൻ്റെ സീനിയറായിട്ട് വേണു പഠിച്ചിരുന്നത്. വേണു കലാകൗമുദി ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ക്യാമറാമാനാണ്, ഓപ്പറേറ്റീവ് ക്യാമറമാൻ. അപ്പം അജിത്ത് വേണുവിനെ ഫോൺ ചെയ്ത് പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ വരും, വേണുവിന് പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കേരള ഒരു ഓഫീസിൽ ചെന്ന്, പേട്ടയിൽ ചെന്ന് കണ്ടപ്പോൾ വേണു പറഞ്ഞ് പ്രസാദ് ലക്ഷ്മണനാണ് വെള്ളി നക്ഷത്രത്തിൻ്റെ എഡിറ്റർ, ഞാൻ കൊണ്ട് പരിചയപ്പെടുത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രസാദ് ലക്ഷ്മണനെ പരിചയപ്പെടുത്തു. കരുനാഗപ്പള്ളിക്കാരനാണ്, ബീനാരഞ്ജിനുണ്ട് അവിടെ. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വെള്ളി നക്ഷത്രത്തിന് ഇഷ്ടം പോലെ യേശുദാസ് വില്യം, ബീന കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്, അങ്ങനെ ആവശ്യമില്ല. അപ്പം ഞാൻ പറഞ്ഞ് എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ സൈഡായിട്ട് എഴുതിത്തരാം. അങ്ങനാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത ഒരേ ഒരാളേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അതാര്? അത് ദേവരാജ മാസ്റ്റർ തിരുവനന്തപുരത്ത് താമസം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ആരും പോയിട്ട് ഇൻ്റർവ്യൂ കിട്ടിയിട്ടില്ല. ആ ഇൻ്റർവ്യൂ കൊണ്ടുവരുവാണെങ്കിൽ ഇയാൾക്ക് ഇതേ കണക്കുള്ള പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും വരുമാനം ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. ഞാൻ വെച്ചാൽ എങ്ങനെ ദേവരാജ മാസ്റ്ററെ കാണും, ഒരു പരിചയവുമില്ല, എവിടെയാണെന്ന് അറിഞ്ഞൂടാ.